ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു ആവോലി കൊണ്ട് വറുത്തരച്ചൊരു കറിയാണ് കേട്ടോ. ഇത് എൻ്റെ റെസിപ്പിയല്ല, എൻ്റെ വൈഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അവരുണ്ടാക്കുന്നത് ഞാൻ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോയുടെ അത്ര ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല വീഡിയോന്. അവരെടുക്കും കറി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ശല്യപ്പെടുത്തുമെന്ന് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് വീഡിയോ നോക്കി കണ്ടൊക്കെ എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇത് സുന്ദരമായിട്ടൊരു ആവോലി കറി, തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ആവോലി വാങ്ങിച്ച് റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് കാണിക്കാം. ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അരമുറി നാളികേരം ഇട്ടിട്ടുണ്ട്. കുറച്ച് 5-6 ചെറിയ ഉള്ളി, ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ആയിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ചുവന്ന കളറായാലും നമുക്കതവിടെ നിർത്താം. അതിനുശേഷം നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 4 കുടംപുളി അല്ലി, ഒരു തക്കാളി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് കൈകൊണ്ട് തിരുമ്പി ഉടച്ചിട്ട് മാറ്റി വയ്ക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഞാനല്ല, എൻ്റെ വൈഫാണ് ഇടുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ടുണ്ട് കേട്ടോ. ഒരു 4 പച്ചമുളക് ഇതിലേക്ക് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരപ്പ് തണുത്ത് കഴിഞ്ഞാൽ, ആ തണുത്തിട്ടുണ്ടായിരിക്കും അത് നമുക്കിത് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. എല്ലാം ചെടകുടാന്ന് കഴുകിയിട്ടത് എൻ്റെ മാതിരി താമസമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ അതീവ രുചികരമായിട്ടാണ് എൻ്റെ വൈഫ് ഉണ്ടാക്കുന്ന കറികളൊക്കെ. എന്താണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടില്ല. അപ്പോൾ ആ കറിയിലേക്ക് നമ്മൾ ആ മസാല അരച്ചൊഴിച്ചു, കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തു. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് എടുത്തിട്ടു. പിന്നെ അത് ആവോലി കഴുകി വൃത്തിയാക്കി വന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയി. നിങ്ങളിതാ വന്ന് നോക്കുകയാണ്. അപ്പോൾ കറി ഇവിടെ നല്ല രീതിയിൽ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്കൊന്ന് വറവ് ചേർക്കാൻ കിട്ടും. അതിൽ വറവാണ് ഇതിൻ്റെ മെയിൻ. ഈ വറവ് ഇല്ലെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 10-12 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല ചുവന്ന കളറാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കറിവേപ്പില ഇട്ടത് ഒന്നുകൂടി ഇളക്കി ഒഴിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചാലേ സുന്ദരമായിട്ടുള്ള ആവോലി വറുത്തരച്ച കറി. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കറി എത്രത്തോളം രുചി ഉള്ളതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനുജനാർദ്ദനൻ മൂക്കുതല. ബായ്.